ഹായ്, ഇന്ന് നമുക്കൊരു വെറൈറ്റി ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാം. ടു ദ വൺ ഹൂ വൈപ്സ് എവ്രി വൺസ് ടിയേഴ്സ്. മറ്റുള്ളവരുടെ കണ്ണീരൊപ്പുന്ന ആളിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. നമുക്ക് എന്തെങ്കിലും വിഷമം, സങ്കടം, ദേഷ്യം ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ആ ഒരാളിനെ വിളിക്കുമല്ലേ. അവരെല്ലാം കേൾക്കും, എന്നിട്ട് പറയും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അവരത് സീരിയസ് ആയിട്ടാണ് പറയുന്നതും. അവരങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്യും. അവർ സ്ട്രോങ് ആണ് പുറമേ, മാത്രമല്ല അവരെയാണ് മറ്റുള്ള എല്ലാ ആൾക്കാരും ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആശ്രയിക്കുന്നത്. ഒരു ഡിസിഷൻ എടുക്കേണ്ടപ്പോഴും നമ്മളെപ്പോഴും അവരെയായിരിക്കും വിളിച്ച് ചോദിക്കുന്നത് ആദ്യം. അവർ അത് ശരിയാണെങ്കിൽ ശരിയാണെന്നും ശരിയല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരും. അവർ മറ്റുള്ളവരുടെ കണ്ണീര് മായ്ച്ചു കളയും, കണ്ണീര് ഒപ്പിക്കൊടുക്കും. അതുപോലെ അവരെ കൈ പിടിച്ച് നടക്കുകയും ചെയ്യും. പക്ഷേ അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അവരെ കൈ പിടിച്ച് കൂടെ നടക്കാൻ ആരും ഉണ്ടാവില്ല. അവർക്ക് വിഷമം വരുമ്പോൾ അവർക്കൊന്ന് വിളിച്ച് പറയാനോ അല്ലെങ്കിൽ ഒരു ആശ്വാസവാക്ക് കേൾക്കാനോ ആരും ഉണ്ടാവില്ല, ഒരാളും ഉണ്ടാവില്ല. അവരവരുടെ വിഷമങ്ങൾ ഒളിപ്പിച്ച് വയ്ക്കും. എന്നിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ചിരിക്കും, സന്തോഷിക്കും, അവരെ സമാധാനിപ്പിക്കും. അവർ മറ്റുള്ളവരുടെ ഒരു സേഫ് പ്ലേസ് ആയിരിക്കും. എന്ത് ഭാരം വേണമെങ്കിലും അവരിൽ നമുക്ക് ഇറക്കി വയ്ക്കാൻ പറ്റും. പക്ഷേ ആരും മനസ്സിലാക്കില്ല, അവർക്കും ഒരു സുരക്ഷിതമായ സ്ഥലം വേണം, ഒരു സേഫ് പ്ലേസ് അവർക്കും വേണം. അവർക്കും പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അവരെയും ആശ്വസിപ്പിക്കാൻ ഞാൻ കൂടെയുണ്ടെന്ന് തിരിച്ചു പറയേണ്ടതുണ്ട് എന്ന് ആരും മനസ്സിലാക്കില്ല. They listen to everyone's pain but have no one to ask, are you okay? അവരെല്ലാവരുടെയും വേദനകൾ കേൾക്കും. ഒന്നീ സൈലൻ്റായിട്ട് ലിസൺ ചെയ്യും, ഇല്ലെങ്കിൽ അവർ ജഡ്ജ് ചെയ്യാതെ എല്ലാം കേട്ടുകൊണ്ടിരിക്കും. ഇനി അവർക്ക് ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് വേർതിരിച്ച് പറഞ്ഞു കൊടുക്കും. പക്ഷേ അവർക്കൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ഓക്കെ ആണോ, ഹാപ്പിയാണോ എന്ന് ചോദിക്കാൻ ഒരു ചെറിയ വാക്ക് മതി. പക്ഷേ ആ ഒരു വാക്ക് ചോദിക്കാൻ ഒരാളും കാണില്ല. മെസ്സേജ് ഇട്ടാൽ പോലും അവർ തിരിച്ച് പറയും ഐ ആം ഹിയർ ഫോർ യു. അതേസമയം സ്വന്തം വേദനകളിൽ അവർ കരഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും. സ്വന്തം പ്രശ്നങ്ങൾ ഒരു സൈഡിൽ മാറ്റി വെച്ച് ആരെ അറിയിക്കാതെ സ്വയം നീറി വെന്തുരുകി വിഷമിച്ച് അങ്ങേയറ്റം ഇരുന്നാൽ പോലും അവരുടെ പ്രശ്നം നമ്മളെ അറിയിക്കില്ല. ബ്രേക്കപ്സ്, ജോബ് ലോസ്, ഫാമിലി ഫൈറ്റ്, ഇങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടായാലും മറ്റുള്ളവർ ഇവരെയായിരിക്കും ആദ്യം വിളിക്കുക. പക്ഷേ അവരുടെ പെയിനോ എപ്പോഴും മാറ്റി വയ്ക്കും. അവരവരുടെ പെയിൻ അതിനെ കുഴിച്ചു മൂടും ആരും അറിയാതെ. എന്നിട്ട് ഒറ്റയ്ക്കിരിക്കുമ്പോൾ മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചു മൂടി അവരുടെ വിഷമങ്ങൾ പുറത്തെടുത്ത് അവർ പൊട്ടിക്കരയും, വേദനിക്കും, ആഗ്രഹിക്കും എനിക്കും ഇതുപോലെ ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്നെ ആശ്വസിപ്പിക്കാൻ, എന്നെ ചേർത്ത് പിടിക്കാൻ, ഞാൻ കൂടെ ഉണ്ടെന്ന് പറയാൻ, എന്തൊരു പ്രശ്നം വന്നാലും ഞാൻ കൂടെ ഉണ്ടാവും എന്ന് പറയാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്ന്. അവർ തൻ്റെ എല്ലാ ജോലിയും ചെയ്യും. അവർ കുക്ക് ചെയ്യും, അവർ ക്ലീൻ ചെയ്യും, എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കും, കെയർ ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷേ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ അവർക്ക് ആശ്രയം തൻ്റെ പില്ലോ മാത്രമായിരിക്കും. ആ പില്ലോനെ കെട്ടിപ്പിടിച്ച് അവർ കിടക്കും. ആ പില്ലോയാണ് അവരെ ലിസൺ ചെയ്യുന്ന ആകെ ഒരു വ്യക്തി. അവർ തമാശ പറയും മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ. കാരണം അവർക്കറിയാം എത്രത്തോളം ഭയാനകമാണ് സൈലൻസ് എന്നുള്ളത്. കാരണം അവരത് ഫീൽ ചെയ്യുന്നവരാണ്. മറ്റുള്ളവർ വിചാരിക്കും അവർ മെച്വറാണെന്ന്. പക്ഷേ ആരും കാണില്ല അവരെ ഉള്ളിലുള്ള കുട്ടിയെ. ആ കുട്ടി വിഷ് ചെയ്യുന്ന എന്തായിരിക്കും? തന്നെ കേൾക്കാൻ ഒരാൾ, നിന്നെ എനിക്ക് മനസ്സിലായി, നിന്നെ എനിക്ക് മനസ്സിലാകും എന്ന് പറയാൻ ഒരാൾ. അതായിരിക്കും ആ കുട്ടി ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം. അവർ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴും അവർ കൈ കൊണ്ട് അവരുടെ മുഖം പൊത്തിപ്പിടിക്കും. അഭിമാനത്തോടെയല്ല,
മറ്റുള്ളവരുടെ മുന്നിൽ അവരാണ് സ്ട്രോങ് വൺ. അത് മറ്റുള്ളവരെ കാണിക്കാതിരിക്കാൻ. ഞാൻ വേദനിച്ചാലും മറ്റൊരാൾ കൂടി എന്നെക്കുറിച്ച് ഓർത്ത് വേദനിക്കരുതെന്ന് ഓർത്ത്. അവരൊരിക്കലും പറയില്ല ഞാൻ ഓക്കെ അല്ലെന്ന്. അവർ പറയും ഐ ആം ജസ്റ്റ് എ ലിറ്റിൽ ടയേർഡ്, ഞാൻ കുറച്ച് ടയേർഡാണ്. മാക്സിമം അങ്ങനെ പറയും. അല്ലാത്ത പക്ഷം ഞാൻ ഓക്കെയാണ്, ഞാൻ ഹാപ്പിയാണ് എന്നേ അവർ പറയുള്ളൂ. പക്ഷേ അത് ക്ഷീണമല്ല, അതാണ് എല്ലാം. They never say I'm not okay. They just say I'm just a little tired. But it's not just tired, it's everything. അവർ മറ്റുള്ളവരുടെ കണ്ണീര് മായ്ക്കും. അവരും കരയും, പക്ഷേ അത് സൈലൻ്റ് ആയിട്ടാണെന്ന് മാത്രം. അപ്പോൾ ആർക്കും അവരെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ടല്ലോ. നമ്മളെ ആശ്വസിപ്പിക്കുന്ന, നമ്മുടെ പെയിനിൻ്റെ ഡസ്റ്റ്ബിന്നായിട്ടുള്ള ആ ഒരാളിനെ, അയാളെ ഇടയ്ക്ക് ഒന്ന് വിളിക്കുക. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ, കാമായിട്ടിരിക്കുമ്പോൾ അവരെ ഒന്ന് വിളിക്കുക. അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുക. അവർ ഓക്കെ ആണോ എന്ന് ചോദിക്കുക. വെറുതെ ചോദിച്ചാൽ പോരാ, ഉള്ളി തട്ടി തന്നെ ചോദിക്കണം. സീരിയസ് ആയിട്ട് ചോദിക്കണം. അവർക്കും നിങ്ങൾ കുറച്ച് ടൈമെങ്കിലും മാറ്റി വയ്ക്കണം. നിങ്ങളുടെ വേർഡ്സ് ആയിരിക്കണം അവരുടെ വാം ഹഗ്. അവർക്ക് ഒരു വാം ഹഗ്ഗായിട്ട് ആ വേർഡ്സ് ഫീൽ ചെയ്യണം. അവർക്ക് തോന്നണം വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും എനിക്കും എന്നെ മനസ്സിലാക്കാൻ ഒരാളെ കിട്ടിയെന്ന്. യു ആർ ദ വൺ ദേ കോൾ വെൻ എവറിത്തിങ് ഗോസ് റോങ്. യു ലിസൺ, യു നോട്ട്, യു സേ ഐ ആം ഹിയർ ആൻഡ് യു മീൻ ഇറ്റ് ബിക്കോസ് യു ഓൾവേസ് മീൻ ഇറ്റ്. യു ആർ ദ സ്ട്രോങ് വൺ, ദ മെച്യൂർ വൺ, the one who says it's okay even when it's not okay for you. You wipe their tears, you guide them home, you hold their heart while yours stays quietly bruised. But who holds you? ഇനി ആരാണോ മറ്റുള്ളവരുടെ കണ്ണീരൊപ്പുന്നത് അവരോട് കുറച്ച് പറയാനുണ്ട്. ആരും നിങ്ങളെ കാണില്ല, കാരണം നിങ്ങളെല്ലാം മറച്ചു വയ്ക്കും, അല്ലെങ്കിൽ ആരെയും അറിയിക്കില്ല. നിങ്ങളാണ് മറ്റുള്ളവരുടെ സേഫസ്റ്റ് പ്ലേസ്. അതുകൊണ്ട് തന്നെ ആരും മനസ്സിലാക്കില്ല നിങ്ങൾക്കും അങ്ങനെ ഒരു പ്ലേസ് വേണമെന്ന്. ടു യു ദ ഹീലർ, ദ ഹെൽപ്പർ, ദ ക്വൈറ്റ് ബാരിയർ, ഐ സീ യു. നിങ്ങൾ സൈലൻസിൽ കരയുമ്പോഴും, നിങ്ങളുടെ സ്ട്രെങ്ത്തിനെ ആരും ക്ലാപ്പ് ചെയ്യാത്തപ്പോഴും, നിങ്ങളാരും പ്രശംസിക്കാത്തപ്പോഴും, നിങ്ങൾ കൊടുക്കുന്ന എഫേർട്ട് ആരും മനസ്സിലാക്കാത്തപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, യുവർ ഹാർട്ട് ഇസ് സ്റ്റിൽ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് ഐ ഹവ് എവർ നോൺ. ഈ ലോകത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് നിങ്ങളുടെ ഹാർട്ടാണ്. ആ ഹാർട്ട് എല്ലാവർക്കും ഉണ്ടാവില്ല. സോ മേ യു വൺ ഡേ ഫൈൻഡ് someone who doesn't need you to be strong, who says you can rest now, I'll hold you. ഒരു ദിവസം നിങ്ങൾക്ക് ഒരാളെ കിട്ടട്ടെ, നിങ്ങൾ സ്ട്രോങ് ആവണം എന്ന് വാശി പിടിക്കാത്ത, നിങ്ങൾക്കിനി റെസ്റ്റ് എടുക്കാമെന്ന് നിങ്ങളോട് പറയുന്ന, ഞാൻ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരിക്കും, നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് നിങ്ങളോട് പറയുന്ന ഒരാളെ കിട്ടും, ഉറപ്പായിട്ട് കിട്ടും. സോ ബി ഓപ്റ്റിമിസ്റ്റിക്. വെയിറ്റ് ഫോർ ദാറ്റ് പേഴ്സൺ ടു അറൈവ് ഇൻ ടു യുവർ ലൈഫ്. മനസ്സിലാവാത്തവർക്ക് ഒരു ചെറിയ എക്സാമ്പിൾ കൂടെ തരാം. നിങ്ങൾ ഒരു ബസ്സിൽ ട്രാവൽ ചെയ്യുകയാണെന്ന് വെച്ചോ. കുറച്ച് ലോങ് ഡിസ്റ്റൻസാണ് നിങ്ങൾക്ക് പോകാനുള്ളത്. പക്ഷേ നിങ്ങളുടെ കൂടെ ആരുമില്ല, നിങ്ങൾക്കറിയാവുന്ന ആരുമില്ല, നിങ്ങൾ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്. എന്നാൽ നിങ്ങൾ നല്ല ടയേർഡുമാണ്, നിങ്ങൾക്കൊന്ന് ഉറങ്ങണം. പക്ഷേ ഒന്ന് ചാരി ഇരുന്ന് ഉറങ്ങാൻ ഒരു ഷോൾഡർ അത് നിങ്ങൾക്കില്ല. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യും? സ്വന്തം ഷോൾഡറിൽ തന്നെ ചാരി ഇരുന്ന് ഉറങ്ങും. നമ്മുടെ ഹെഡ് നമ്മുടെ ഷോൾഡറിലേക്ക് ചായച്ച് വെച്ച് നമ്മൾ ഉറങ്ങും. എന്നാൽ പോലും നമ്മൾ ഫുള്ളി ഉറക്കമായിരിക്കില്ല, നമ്മൾ ഹാഫ് അവേക്കൻഡ് ആയിരിക്കും, നമ്മൾ കുറച്ച് ഉണർന്നായിരിക്കും ഇരിക്കുന്നത്. എപ്പോഴും കോഷ്യസ് ആയിരിക്കും. നമ്മുടെ തല ബ്രേക്ക് പിടിക്കുമ്പോൾ ചെന്ന് കമ്പിയിൽ ഇടിക്കരുതല്ലോ, അതുകൊണ്ട് നമ്മൾ ഫുള്ളായിട്ട് ഉറങ്ങില്ല. പക്ഷേ ഞാൻ പറയുന്നു, നിങ്ങളുടെ ലൈഫിൽ ഒരാൾ വരും നിങ്ങളുടെ കൂടെ ട്രാവൽ ചെയ്യാൻ. നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് വിഷമം വന്നാലും. അതുപോലെ ഇതുപോലുള്ള ട്രാവലിങ്ങിൻ്റെ ഇടയിൽ നിങ്ങൾക്കൊന്ന് ഉറങ്ങാൻ തോന്നിയാൽ
യു ക്യാൻ സ്ലീപ്പ് നൗ. നിങ്ങൾക്കിപ്പോൾ ഉറങ്ങാം എന്ന് നിങ്ങളോട് പറയുന്ന, നിങ്ങൾക്കിനി റെസ്റ്റ് എടുക്കാം, എൻ്റെ ഷോൾഡറിൽ നിങ്ങൾക്ക് ചാഞ്ഞിരുന്ന് ഉറങ്ങാം എന്ന് നിങ്ങളോട് പറയുന്ന ഒരാൾ. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത്രയേ ഉള്ളൂ. യു വിൽ ഗെറ്റ് വൺ. ബി ഹാപ്പി. ലവ് യു. ബൈ.